ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ബസ് കണ്ടക്ടറും ഒരു പാസഞ്ചറും തമ്മിലുള്ള ഒരു ആർഗ്യുമെൻ്റ് കേൾക്കാം. കോമൺലി നമ്മൾ കേട്ടുവരുന്ന ഒരു ആർഗ്യുമെൻ്റ് കുറച്ചും കൂടി എക്സാജറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടക്ടർ: ചേട്ടാ ചില്ലറ തരണം. ബൈ ചില്ലർ ദേന. ചില്ലർ എന്ന് പറഞ്ഞാൽ ചേഞ്ച്. ചുട്ട എന്നും പറയാം കേട്ടോ. ചില്ലറിന് ചുട്ട എന്നും പറയാം. ചുട്ട ദേതോ യാ ചില്ലർ ദേതോ, ഇത് രണ്ട് പറഞ്ഞാലും ശരി തന്നെയാണ്. സാധാരണ കണ്ടക്ടർമാരുടെ വായന എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമാണ് ചില്ലറ തരണം, ചില്ലറ തരണം. 10 രൂപ കൊടുത്താൽ പോലും അവർ പറയും എൻ്റെ കയ്യിൽ ചില്ലറ ഇല്ലല്ലോ, മേരെ പാസ് ചില്ലർ നീയേ, മേരെ പാസ് ചുട്ട നീയേ. അപ്പം കസ്റ്റമേഴ്സ് എല്ലാവരും എപ്പോഴും എക്സൈറ്റ് ചേഞ്ച് കൊണ്ടുവന്നല്ല ബസ്സിൽ കയറുക. അപ്പം ഇല്ലെങ്കിൽ എങ്ങനെയാ പറയാ? മേരെ പാസ് ചില്ലർ നീയേ, എൻ്റെ അടുത്ത് ചില്ലറയൊന്നുമില്ല. മേരെ പാസ് ചില്ലർ നീയേ അല്ലെങ്കിൽ മേരെ പാസ് ചുട്ട നീയേ, രണ്ടായാലും ശരി തന്നെ. എല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അഗർ ഹർ കോയി യഹി കഹേ തോ മേ ക്യാ കരൂങ്ക. അഗർ അഗർ എന്താ പറയാ, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ, ഹർ കോയി യഹി കഹേ തോ, എല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ. അഗർ എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നൊക്കെയാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. എങ്കിൽ. മേ ക്യാ കരൂങ്ക, ഞാൻ എന്ത് ചെയ്യും? അഗർ ഹർ കോയി യഹി കഹേ തോ മേ ക്യാ കരൂങ്ക, എല്ലാവരും ഇങ്ങനെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? പാസഞ്ചർ: ഒരു 100 രൂപയുടെ ചില്ലറ പോലും എടുക്കാനില്ലേ? പാസഞ്ചറും കുറച്ച് ദേഷ്യത്തോടെയാ. യാത്രി: 100 രൂപയെ കാ ചുട്ടാ ഭി നഹി ഹൈ ക്യാ. 100 രൂപയുടെ ചില്ലറ പോലും ഇല്ലേ? ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് കണ്ടക്ടറുടെ കയ്യിൽ ഇത്രയെങ്കിലും ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത്. 100 രൂപയെ കാ ചുട്ടാ ഭി നഹി, 100 രൂപയുടെ ചേഞ്ച് പോലും ഇല്ലേ? യാത്രി എന്ന് പറഞ്ഞാൽ പാസഞ്ചർ. കണ്ടക്ടർ: 100ഉം 500ഉം കൊണ്ടുവന്നാൽ ഞാൻ എന്ത് ചെയ്യണം? 100 500 ലേക്കർ ആനെ സെ മേ ക്യാ കരൂങ്ക. എല്ലാവരും ഇതിങ്ങനെ കൊണ്ടുവരിക, 100ന്റെ 500ന്റെ മാത്രമാണ് കൊണ്ടു കൊടുക്കുന്നതെങ്കിൽ കണ്ടക്ടറിനും ഒബ്വിയസ്ലി പ്രോബ്ലം ഉണ്ടാവും, കുറച്ചൊരു ചെറിയ പ്രശ്നം ഉണ്ടാവും. എൻ്റെ ഇടയ്ക്ക് ഒരാൾ 10 20 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. 100ഉം 500ഉം കൊണ്ടുവന്നാൽ ഞാൻ എന്ത് ചെയ്യണം? 100 500 ലേക്കർ ആനെ സെ മേ ക്യാ കരൂങ്ക. 100 or 500 എന്ന് പറഞ്ഞാൽ 100ന്റെ 500ന്റെ നോട്ട് തന്നെ കൊണ്ടുവന്നാൽ ഞാൻ എന്ത് ചെയ്യും? സഹയാത്രികൻ: എല്ലാ കണ്ടക്ടർമാരും ഇങ്ങനെ തന്നെയാ. അപ്പൊ ഈ യാത്രക്കാരനല്ല, ഈ യാത്രക്കാരന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരുത്തൻ, അവനാണ് സഹയാത്രികൻ, സാത്തി, ഫ്രണ്ട് എന്ന് പറയാം. സബി കണ്ടക്ടർ ഐസേ ഹി ഹോത്ത ഹെ. ജനറൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയാ, എല്ലാ കണ്ടക്ടർമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അയാൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് അയാൾ പറയുന്നത് എല്ലാ കണ്ടക്ടർമാരും ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? സബി കണ്ടക്ടർ ഐസേ ഹി ഹോത്ത ഹെ, എല്ലാ കണ്ടക്ടർമാരും ഇതുപോലെ തന്നെ ആണ്. കണ്ടക്ടർ ദേഷ്യത്തോടെ: താൻ ആരാ അനാവശ്യം പറയരുത്. നിങ്ങൾ ആരാണ് അനാവശ്യം പറയരുത്. കണ്ടക്ടർ ഗുസ്സേസെ, ദേഷ്യത്തോടെ എന്നുള്ളതിന് ഗുസ്സേസെ. തും കോനോ, നീ ആരാ അല്ലെങ്കിൽ താൻ ആരാ? അനാവശ്യം ബാത്തേ മത് കരോ, ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത്. ശരിക്കും പറയുകയാണെങ്കിൽ അയാൾക്ക് ഇടപെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല, അയാൾക്ക് ഇടപെടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. അയാൾ മിണ്ടാതിരുന്നാൽ മതി. പക്ഷെ ചിലർക്കുണ്ടല്ലോ ഇടയ്ക്ക് കയറി പറയുന്ന ഒരു ചീത്ത സ്വഭാവം. അതുകൊണ്ടാണ് കണ്ടക്ടർ ദേഷ്യം വന്നിട്ട് പറഞ്ഞത് തുംകോനോ, നീ ആരാ? അനാവശ്യക് ബാത്തേ, അനാവശ്യം എന്ന് പറഞ്ഞാൽ അനാവശ്യം ആയ സംസാരം വേണ്ട, അനാവശ്യ സംസാരം വേണ്ട, അനാവശ്യം പറയരുത്. രാവിലെ തന്നെ മൂഡ് കളയാൻ വരും. അപ്പൊ അത് കണ്ടക്ടർ പറയുന്നതാ. സുബഹ സുബഹ മൂഡ് ഖരാബ് കർനെ കെ ലിയെ ആ ജാത്തേ ഹെ. ആ ജാത്തേ കയറി വരും. സുബഹ സുബഹ, രാവിലെ തന്നെ. മൂഡ് ഖരാബ് കർന, മൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലും പറയില്ലേ മൂഡ്, നമ്മുടെ മാനസികാവസ്ഥ. ഖരാബ് കർനെ കെ ലിയെ, ചീത്തയാക്കാൻ, മൂഡ് കളയാൻ, മൂഡ് ചീത്തയാക്കുന്നതിനാണ് മൂഡ് ഖരാബ് കർന എന്ന് പറയുന്നത്. കെലിയെ, അതിനു വേണ്ടി ആ ജാത്തേ ഹെ, വരും, കയറി വരും. എൻ്റെ സ്റ്റോപ്പ് എത്താറായി. മേരാ സ്റ്റോപ്പ് ആനെ വാല ഹെ. മേരാ സ്റ്റോപ്പ് ആനെ വാല ഹെ, എൻ്റെ സ്റ്റോപ്പ് എത്താറായി. ഈ 100 രൂപ കൊടുത്ത പാസഞ്ചറാണ് പറയുന്നത് എൻ്റെ സ്റ്റോപ്പ് എത്താറായി. അപ്പൊ അയാൾ ഒരു 100 രൂപ കൊടുത്തിട്ട് ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് ബാക്കി കിട്ടേണ്ടി വരും. അതുകൊണ്ടാണ് ഇയാൾ പറയുന്നത് മേരാ സ്റ്റോപ്പ് ആനെ വാല ഹെ, എൻ്റെ സ്റ്റോപ്പ് എത്താറായി. ഇത് ബസ്സിൽ മീൻസ് മിക്കവാറും യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും ഇത് എക്സ്പീരിയൻസ് ഉണ്ടാവും. എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് പലതവണ. മേരെ സ്റ്റോപ്പ് ആനെ വാല ഹെ, എൻ്റെ സ്റ്റോപ്പ് വരാറായി, എത്താറായി. എനിക്ക് ബാക്കി തരൂ. മേരാ ബാക്കി ദേദോ, മേരാ ബാലൻസ് ദേദോ. ബാലൻസ് എന്നാൽ ബാക്കി കേട്ടോ, ബാക്കിയാണെങ്കിലും ബാലൻസ് ആണെങ്കിലും ഒക്കെ ഒന്ന് തന്നെ. മേരാ ബാലൻസ് ദേദോ യാ മേരാ ബാക്കി ദേദോ, രണ്ടു തരത്തിലും പറയാം. മേരാ ബാക്കി ദേദോ. അപ്പൊ ഇറങ്ങി പോകുമ്പം നമുക്ക് ബുദ്ധിമുട്ടാ, ബാക്കി കിട്ടാനുള്ളത് കിട്ടിയിട്ടില്ലെങ്കിൽ.
പിന്നെ ഇത് നിത്യം നമ്മളൊരു ബസ്സിൽ തന്നെ കയറണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. പിന്നെ നിത്യം സഞ്ചരിക്കുന്ന ആളാവണമെന്നും നിർബന്ധമില്ല. അപ്പം ഇന്ന് തന്നെ വാങ്ങിയാലേ ഉള്ളൂ, ഇനി നാളെ ഇയാളെയും തപ്പി നടക്കാൻ പ്രയാസമല്ലേ. പിന്നെ 90 രൂപ ബാലൻസ് കിട്ടുകയും വേണം. 10 രൂപയുടെ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ബാക്കി നാളെ വാങ്ങിക്കോളൂ. ബാക്കി കല്ലേലേന. ബാക്കി കല്ലേലേന എന്ന് പറഞ്ഞാൽ ബാക്കി നാളെ വാങ്ങിക്കോളൂ. ബസ്സിൽ കണ്ടക്ടർ പറയാണ് പാസഞ്ചറിനോട്, ബാക്കി കല്ലേലേന, നാളെ വാങ്ങിക്കോളൂ, നാളെ എടുത്തോളൂ, ബാക്കി നാളെ എടുത്തോളൂ, അല്ലെങ്കിൽ നാളെ തരാം. ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ബാക്കി നാളെ വാങ്ങിക്കോളൂ. ഞാൻ ടിക്കറ്റിന് പിറകെ എഴുതിത്തരാം. മേ ടിക്കറ്റ് കെ പീച്ചെ ലിക്കർ ദൂങ്ക. ഒരു ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ പിറകിൽ ഞാൻ എഴുതിത്തരാം. ഈ ടിക്കറ്റ് കാട്ടിയാൽ നിങ്ങൾക്ക് തരും. അടയാളത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വേറെ ആരോ കൊണ്ടുവന്ന ഇത് കള്ളത്തരാണോ എന്നുള്ള മനസ്സിലാക്കുന്നതിനാണ്. ടിക്കറ്റിന്റെ പിറകിൽ ഞാൻ എഴുതിത്തരാം. മേ ടിക്കറ്റ് കെ പീച്ചെ ലിക്കർ ദൂങ്ക. പീച്ചെ എന്ന് പറഞ്ഞാൽ ടിക്കറ്റിന്റെ പിറകിൽ എഴുതിത്തരാം. ലിക്കർ ദൂങ്ക. മേ ടിക്കറ്റ് കെ പീച്ചെ ലിക്കർ ദൂങ്ക. ലിക്കർ എഴുതിയിട്ട് തരാം. നീ എന്താ എന്നെ പറ്റി വിചാരിക്കുന്നത്? അപ്പം പാസഞ്ചറിന് ദേഷ്യം വന്നു, യാത്രികന് ദേഷ്യം വന്നു. തു മേരെ ബാരെ മേ ക്യാ സോച്ച് രഹേ ഹോ? നീ എന്നെ പറ്റി എന്താ വിചാരിക്കുന്നത്? ഞാൻ അത്രയ്ക്ക് മോശക്കാരനാണോ? നിന്റെ അടുത്ത് പിന്നെയും പിന്നെയും പൈസ പിരിക്കാൻ വരണോ? ആ ഒരു ചിന്താഗതിയിലാണ് കേട്ടോ അയാൾ പറയുന്നത്. നീ എന്താ എന്നെ പറ്റി വിചാരിക്കുന്നത്? തും മേരെ ബാരെ മേ ക്യാ സോച്ച് രഹേ ഹേ? ഈ ചില്ലറയ്ക്ക് വേണ്ടി ഞാൻ നിന്റെ ബസ്സും കാത്തു നിൽക്കണോ? ഈ ചില്ലറക്കയിലെ മേ തുമാരെ ബസ് കാ ഇന്തസാർ കർക്കെ കടേ ഹോനാ ഹേ ക്യാ? ഈ ചില്ലറ വാങ്ങാൻ വേണ്ടി മാത്രം ഞാൻ നിന്റെ ബസ്സിനെയും കാത്തു നിൽക്കണോ? ഇന്തസാർ കർന്ന എന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കുക, പ്രതീക്ഷിച്ച് നിൽക്കുക. കടേ ഹോന എന്ന് പറഞ്ഞാൽ നിൽക്കുക. ഈ ചില്ലറക്കയിലെ, ഈ ചില്ലറയ്ക്ക് വേണ്ടി, തുമാരെ ബസ് കാ, നിന്റെ ബസ്സിനെ, ബസ്സിനെ ഇന്തസാർ കർണ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യണോ? അതിന് നീ വേറെ ആളെ നോക്കിക്കോ. ഉസ്കേലിയെ തും ഔർ കിസിക്കോ ഢൂണ്ട്ലോ. ഈ പിറകിൽ എഴുതി തന്നിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് നിന്റെ ബസ്സിനെയും കാത്തിരിക്കണമെങ്കിൽ നീ വേറെ ആളെ നോക്കിക്കോ. ആ പണിക്ക് എന്നെ കിട്ടില്ല എന്ന്. ഉസ്കേലിയെ തും ഔർ കിസിക്കോ ഢൂണ്ട്ലോ. ഉസ്കേലിയെ എന്ന് പറഞ്ഞാൽ ഈ പണിക്ക്, ഇപ്പം പറഞ്ഞ ഇതിനൊക്കെ വേണ്ടിയിട്ട് നീ കിസിയോർക്കോ ഢൂണ്ടോ. നീ ആ 100 രൂപ തിരിച്ചു തരൂ. തും വോ 100 രൂപയെ ലൗട്ടാതെ. ഇയാൾ 100 രൂപ ആദ്യം ടിക്കറ്റിന് കൊടുത്തിട്ടുണ്ട്, അത് തിരിച്ചു തരാനാണ് പറയുന്നത്. തും വോ 100 രൂപയ ലൗട്ടാതോ. എന്നാന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്നതിനാണ് ലൗട്ടാതെ എന്നാന്ന് പറയുന്നത്. തും വോ 100 രൂപയെ ലൗട്ടാതോ, തിരിച്ചു തരും. എൻ്റെ ടിക്കറ്റിന്റെ 10 രൂപ ഞാൻ നാളെ തരാം. മേരെ ടിക്കറ്റ് കാ 10 രൂപയെ മേ കൽ ദൂങ്ക. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞിട്ട് നേരെ വിപരീത ഇയാൾ പറയുന്നത്, എൻ്റെ ടിക്കറ്റിന്റെ 10 രൂപയല്ല, അത് ഞാൻ നാളെ തന്നോളാം. അതായിരിക്കും നല്ലത്. മറ്റവൻ്റെ അടുത്ത് 90 റുപ്പീസ് ബാലൻസ് വെക്കുന്നതിനേക്കാളും നല്ലൊരു 10 രൂപ ഇയാളെ കയ്യിൽ വെക്കുന്നതല്ലേ ന്യായം. അതിന്റെ ന്യായം. നേരെ ടിക്കറ്റ് കാ 10 രൂപ മേ കൽ ദൂങ്ക. അത് പറ്റില്ല, ബസ്സിൽ ആരും കടം പറയാറില്ല. ഓനി ചലേഗ ബസ് മേ കോയി ഉധാർ നീ മാങ്ത ഹൈ. എന്നാൽ അതൊന്നും പറ്റില്ല. ആരും ബസ്സിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ നോർമലി നിങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടാവും, ആരും ബസ്സിൽ കടം പറയില്ല. വേറെ എല്ലാ സ്ഥലത്തും കടം പറഞ്ഞാലും ബസ്സിൽ ആരും കടം പറയാറില്ല. ടിക്കറ്റ് എടുത്തിട്ട് നാളെ പൈസ തരട്ടോ എന്ന് ഒരാളും പറയില്ല. അപ്പൊ ഇത് ഇയാളും പറയാണ് അങ്ങനെ തന്നെ. വേനിയും ചലേഗ, അത് നടക്കില്ല. ബസ് മേ കോയി ഉധാർ നീ മാങ്ത ഹൈ. ബസ്സിൽ ആരും കടം ചോദിക്കാറില്ല, കടം കൊടുക്കാറില്ല, കടം വാങ്ങാറില്ല. എനിക്ക് മുതലാളിക്ക് കണക്ക് കൊടുക്കാനുള്ളതാണ്. മുജെ മാലിക്കോ ഹിസാബ് ദേനാ ഹെ. ഈ ബസ്സിന്റെ ഉടമ ഉണ്ടാവുമല്ലോ, വൈകുന്നേരം വരെ എല്ലാം കൂടി കൂട്ടി കിഴിച്ച് എല്ലാം കൂടി മാലിക്കിന് കൊടുക്കല്. മാലിക് എന്ന് പറഞ്ഞ ഉടമസ്ഥനാണ്. ഉടമസ്ഥന് പൈസ ഏൽപ്പിക്കുന്നുണ്ടാവും. അപ്പം മുജെ മാലിക്കോ ഹിസാബ് ദേനാ ഹെ, എനിക്ക് എൻ്റെ മുതലാളിക്ക് ഇതിന്റെ കണക്ക് കൊടുക്കണം. മുതലാളിക്ക് കണക്ക് കൊടുക്കണം. അപ്പൊ 10 രൂപ കുറഞ്ഞാൽ കണക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും എന്നുള്ള മട്ടിലാണ് പറയുന്നത്. മുജെ മാലിക്കോ ഹിസാബ് ദേനാ ഹെ, എനിക്ക് മുതലാളിക്ക് കണക്ക് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ടല്ലേ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ള രൂപത്തിലാണ് അയാൾ പറയുന്നത്. ഒരു 10 രൂപ പോലും നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പം പാസഞ്ചർ ചോദിക്കാം, ഏക് 10 രൂപയാ ഭി തുമേ അഡ്ജസ്റ്റ് നീ കർ സക്തേ ഹെ. ഒരു 10 രൂപ പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മുതലാളിക്ക് എണ്ണി കൊടുക്കുമ്പോൾ 10 രൂപയുടെ കുറവുണ്ട്, സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് പോലും അതിനെ മേക്കപ്പ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ, അല്ലേ? ഏക് 10 രൂപയെ ബി തുമേ അഡ്ജസ്റ്റ് നീ കർ സക്തേ ഹെ. ഒരു 10 രൂപ പോലും നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ഒരു പുച്ഛത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. നമ്മളാണെങ്കിലും ചോദിക്കില്ലേ, ഒരു 10 രൂപയിലൂടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തുകൂടെ, അല്ലെ പറഞ്ഞാൽ പോരെ മുതലാളിയോട്, സത്യം പറഞ്ഞാൽ പോരെ. ഞാൻ നിന്റെ മുതലാളിയെ കണ്ടോളാം. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്ന് പറഞ്ഞു, ഞാൻ നിന്റെ മുതലാളിയെ കണ്ടോളാം, ഞാൻ
ഞാൻ എന്ന് പറയുന്നത് മേ തുമാര മാലിക് സെ മിലൂങ്ക, നിന്റെ മുതലാളിയെ കാണാം, ഞാൻ കണ്ടോളാം. ഐ വിൽ സി, ഐ വിൽ സി അങ്ങനെയുള്ളതില്ല. മേ തുമാര മാലിക് സെ മിലൂങ്ക, ഞാൻ നിന്റെ മുതലാളിയെ കണ്ടോളാം. നിന്റെ മുതലാളി എൻ്റെ കൂട്ടുകാരനാണ്. തുമാര മാലിക് മേര ദോസ്ത് ഹെ. അപ്പൊ ഇയാൾക്ക് പരിചയമുള്ള ആളുടെ ബസ്സായിരിക്കും ഇത്, അതുകൊണ്ട് പറഞ്ഞ് നിന്റെ മുതലാളി എൻ്റെ ഫ്രണ്ടാണ്. അപ്പം കണ്ടക്ടറിന് എന്തൊക്കെയോ തോന്നുന്നുണ്ടാവും, ഇപ്പം ഇത്രയും ആർഗ്യുമെന്റ് ഒക്കെ നടന്നില്ലേ, ഇനിയിപ്പം കൂട്ടുകാരനെ കണ്ട് പറഞ്ഞാൽ എൻ്റെ പണി പോകുമോ എന്നുള്ളൊരു ചെറിയ ടെൻഷനൊക്കെ വന്ന് തുടങ്ങിക്കാണും. തുമാര മാലിക് മേര ദോസ്ത് ഹെ, നിന്റെ മുതലാളി എൻ്റെ ഫ്രണ്ടാണ്. അയ്യോ സാറേ പ്രശ്നമാക്കല്ലേ, അതാ കണ്ടോ, അപ്പോഴത്തേക്കും കണ്ടക്ടർ കുറച്ച് താഴ്ന്നു കൊടുത്തു. അരേ സർ മുജേ മുഷ്കിൽമേ മത്ത് ഡാൽന, എന്നെ പ്രശ്നത്തിലിടരുതേ, പ്രശ്നമാക്കല്ലേ എന്ന് പറഞ്ഞാൽ എന്നെ പ്രശ്നത്തിലിടരുതേ, എനിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കരുതേന്ന്. അരേ സർ അല്ലയോ സാറേ, മുജേ മുഷ്കിൽമേ മത്ത് ഡാൽന, മുഷ്കിൽ എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിലിടുക, പ്രോബ്ലത്തിലിടുക, ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലിടുക, അതിനൊക്കെയാ പറയാം മുഷ്കിൽമേ മത്ത് ഡാൽന, എന്നെ പ്രശ്നത്തിലിടരുതേ, ഇതൊന്നും പ്രശ്നമാക്കരുതേ. പോക്കറ്റിൽ കൈവച്ചുകൊണ്ട് ഇതാ നിങ്ങളുടെ ബാക്കി. അപ്പം കണ്ടക്ടർ സ്വന്തം പോക്കറ്റിൽ കൈയിട്ടു. അല്ലാതെ അവർക്ക് പൈസ കളക്ട് ചെയ്യുന്നൊരു ബാഗ് ഉണ്ടാവും, ഈ ബാഗ് അല്ലാതെ സ്വന്തം പാൻറ്റിന് ഒരു പോക്കറ്റ് ഉണ്ടാവുമല്ലോ, അതിൽ കൈയിട്ടിട്ട് ഈ ഇങ്ങനെ പറഞ്ഞു, പാക്കറ്റ് മേ ഹാത്ത് ഡാൽത്തേ യേ രഹാ ആപ്കാ ബാലൻസ്, ഇതെടുത്തോളൂ നിങ്ങളുടെ ബാലൻസ്, നിങ്ങളുടെ ബാലൻസ് 10 രൂപ ഇതെടുത്തോളൂ. പോക്കറ്റിൽ കൈവച്ചുകൊണ്ട് ഇതാ നിങ്ങളുടെ ബാക്കി, ഇതാ നിങ്ങളുടെ ബാക്കി, ഇതെടുത്തോളൂ. യേ രഹ, ഇതാ എന്ന് പറയുന്നതാണ് യേ രഹ ആപ്കാ ബാലൻസ്, നിങ്ങളുടെ ബാക്കി. അപ്പോൾ ഇത് കയ്യിൽ വെച്ചുകൊണ്ടാണോ ഇത്രയും നേരം നീ എന്നെ കളിപ്പിച്ചത്? അപ്പം യാത്രക്കാരന് പിന്നെ ദേഷ്യം വന്നു. ഇത് 10 രൂപ അയാളെ പോക്കറ്റിലുണ്ട്, ഇത് എടുത്തു കൊടുത്ത പ്രശ്നം തീരുന്നേ ഉള്ളൂ, അപ്പോൾ ഇത് കയ്യിൽ വെച്ചുകൊണ്ടാണോ ഇത്രയും നേരം നീ എന്നെ കളിപ്പിച്ചത്? സാധാരണ നമ്മൾ ആണെങ്കിലും ചോദിക്കും. തബ് തോ യേ ഹാത്ത് മേ രഖ്തേ ഹുവേ തും ഇത്നാ ദേർ മേരെ സാത്ത് ഖേൽ രഹാ താ, ഉണ്ടോ, അതിനെ ഹിന്ദി പറയുന്ന തബ് തോ, അങ്ങനെ. അപ്പോ യേ ഹാത്ത് മേ രഖ്തേ ഹുവേ, ഇത് കയ്യിൽ വെച്ചുകൊണ്ട്, തും ഇത്തനാ ദേർ, നീ ഇത്രയും നേരം, മേരെ സാത്ത് ഖേൽ രഹാ താ, എൻ്റെ കൂടെ കളിക്കുകയായിരുന്നു, അല്ലെങ്കിൽ എന്നെ കളിപ്പിക്കുകയായിരുന്നു, എന്നെ കബളിപ്പിക്കുകയായിരുന്നു. ഈ 10 രൂപ പോക്കറ്റിനെടുത്താൽ നേരം കൊടുത്താൽ മതിയല്ലോ. നീ ആള് കൊള്ളാമല്ലോ, തും തോ മഹാൻ ഹോ, നീ ആള് കൊള്ളാമല്ലോ, തും തോ മഹാനോ, നീ മഹാനാണല്ലോ. നീ ആള് കൊള്ളാമല്ലോ, തും തോ മഹാനോ. കണ്ടു നിന്നവരൊക്കെ അമ്പരന്നു. ജോബി ദേഖർ ഖടാത്ത സബ് ആശ്ചര്യചകിത് ഹുവ. ജോബി നിന്നവരൊക്കെ, ദേഖർ ഖടാത്ത നിന്നവരൊക്കെ, ജോബി അവിടെ നിന്നവരൊക്കെ, ആരൊക്കെയാണോ കണ്ടത് അവരൊക്കെ. സബ് ആശ്ചര്യചകിത, എല്ലാവരും അമ്പരന്നു പോയി. കണ്ടക്ടർ ലജ്ജയോടെ തലതാഴ്ത്തി. കണ്ടക്ടർ ശരം കെ സാത്ത് സർ ചുഖായ, ശരം കെ സാത്ത് എന്ന് പറയാ, ശർമസേ എന്നും പറയാം കേട്ടോ, ശർമസേ സർ ചുഖായ, രണ്ടാണെങ്കിലും ശരിയാണ്. സബ്സ്ക്രൈബ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ വീഡിയോ.